ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറും ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മൊയ്സു സെറ്റ്സ് മാർച്ച് 15 ഡെഡ്ലൈൻ ഫോർ ഇന്ത്യ ടു വിത്ഡ്രോ ട്രൂപ്സ് എന്ന് പറയുന്ന ന്യൂസ് ആണ്. മാൽദീവ്സ് ഇന്ത്യ വിഷയം എന്താണെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് വീഡിയോസിലും അതുപോലെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ എടുത്ത ഷോർട്സ് വഴിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിൽ ഇന്ത്യയോട് പെരുമാറുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവർക്ക് സൈനികമായിട്ടും മറ്റ് സ്ട്രാറ്റജിക് മേഖലയിലും ഒക്കെ ഒരുപക്ഷെ ചൈനയുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ ചെയ്യുന്നത്. പക്ഷെ അവർ ചരിത്രപരമായ നന്ദികേടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനോട് കാണിക്കുന്നത് എന്നായിരിക്കും ഇതിന് പറയേണ്ടത്. കാര്യം നമ്മളിപ്പോൾ വളർത്തി വലുതാക്കി വിടുന്ന നമ്മളെ മക്കൾ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഒരു വലിയൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അത് തന്നെയായിരിക്കും പൊതുവെ ഇന്ത്യക്കാർക്ക് തോന്നുന്നത്. ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യക്കാരുടെ ഈ സാമന്ത രാജ്യമൊന്നും അല്ല മാൽദീവ്സ്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ മാൽദീവ്സിന്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മാൽദീവ്സിന് എല്ലാ കാലത്തും ഇന്ത്യ വേണമായിരുന്നു. 2013 അബ്ദുള്ള യാമീൻ എന്ന് പറയുന്ന ആള് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ഇന്ത്യ വിരുദ്ധത വളർത്തിക്കൊണ്ട് അവിടെ അധികാരത്തിൽ വരാൻ. ഇപ്പൊ ഇന്ത്യയിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് BJPക്കും കോൺഗ്രസിന് സെക്യുലറിസം എന്ന് പറയുന്ന സ്യൂഡോ സെക്യുലറിസം എന്ന് വേണമെങ്കിലും പറയാം, ഒരു ഐഡിയോളജി ആയിട്ട് അവര് മുമ്പോട്ട് പല പാർട്ടീസിന് പല പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണല്ലോ. അതുപോലെ മാൽദീവ്സില് എന്താണെന്ന് വെച്ചാല് ഇന്ത്യ അനുകൂലമായിട്ടുള്ള പാർട്ടികളാണ് അവിടെ എപ്പോഴും അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച് അധികാരത്തിൽ എങ്ങനെ വരാമെന്ന് അയാളൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കഴിഞ്ഞ ഒരു 10 years ആയിട്ട്, അതിന്റെ ഇടയിൽ ഒരു 5 years ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് എന്ന് പറഞ്ഞ ഇന്ത്യ അനുകൂലിയായ പ്രസിഡന്റ് ഭരിച്ചു. വീണ്ടും മുഹമ്മദ് വൈസ് വരുന്നു. ഇന്ത്യ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഒരിക്കലും മാൽദീവ്സിന് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മാക്സിമം. അപ്പോൾ നമ്മളുടെ റിസോഴ്സസ് ഉപയോഗിച്ച് തന്നെയാണ് ആ രാജ്യം വളർന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ടൂറിസം സെക്ടറിൽ പോലും അവർ ഇന്ന് ഉണ്ടാക്കിയ അഡ്വാൻസ്മെന്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഹെൽപ്പ് ഫ്രം ഇന്ത്യ ആണ്. അതിൽ മെയിനായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ കൈയച്ച് അവർക്ക് ലോണൊക്കെ കൊടുത്തിട്ടാണ് അവിടെ ഈ പറഞ്ഞ ടൂറിസം ഇൻഡസ്ട്രി വളർന്നത്. രണ്ടാമത് ഇന്ത്യൻ സെലിബ്രിറ്റീസ് ആണ് അവരുടെ ടൂറിസം ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്തത്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇൻഡയറക്ട്ലി എന്ന് ഞാൻ പറയാൻ കാര്യം ഒരുപാട് പേര് ഇൻഡയറക്ട്ലി ആണ്. കാര്യം അവിടെ പോയി അവിടുത്തെ എക്സോട്ടിക് ലൊക്കേഷൻസിൽ അവരുടെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്തിട്ട് അവർ സോഷ്യൽ മീഡിയാസിൽ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ്, അതാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉള്ള ആൾക്കാരെ ഈ ഒരു മാൽദീവ്സിന്റെ ബ്യൂട്ടിയിലേക്ക് അട്രാക്ട് ചെയ്തത്. അപ്പൊ എല്ലാ രീതിയിലും ഇന്ത്യ, അതുപോലെ ഡിഫൻസ് മേഖലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കൽ 1988 രാജീവ് ഗാന്ധിയുടെ പീരീഡിൽ പട്ടാള അട്ടിമറി ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ സൈന്യം അവിടെ പോയിട്ടാണ് ഒരു ഓപ്പറേഷൻ വഴി ആ രാജ്യത്തിന്റെ പട്ടാള അട്ടിമറി ഉണ്ടാകാതെ അവിടെ ഡെമോക്രസിയിലേക്ക് പിടിച്ചു നിർത്തിയത്. അപ്പം എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. പക്ഷെ അവർക്ക് അവരുടെ രാജ്യത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ പറഞ്ഞാൽ മാർച്ചിനകത്ത് വെച്ച് ഇന്ത്യയും അവരും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ നടന്ന് അവര് അവിടെ റീറ്റെയിൻ ചെയ്യാമെന്നൊരു സമ്മതം അവർ തന്നില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യേണ്ടി വരും. നമ്മളുടെ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു ചെറിയ രാജ്യമാണെന്ന് കരുതി നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. നമുക്ക് റഷ്യ യുക്രൈൻ അറ്റാക്ക് ചെയ്ത പോലെ അറ്റാക്ക് ചെയ്തൊരു പാരമ്പര്യം നമുക്കില്ല. ഓക്കെ, അവരൊരു സോവറിൻ നേഷനാണ്. എന്തായാലും മുഹമ്മദ് ബൊയ്സു ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്ദികേടിന്റെ ഒരു പര്യായമാണ്, അത്രേ പറയാവുള്ളൂ. അപ്പോൾ അതിൽ വേറെ ഒന്നും അവിടെ പറയാനില്ല. പിന്നീട് ഡൽഹിയിൽ ഭയങ്കരമായിട്ടുള്ള ഫോഗിനെ കുറിച്ച് നോക്കുകയാണ്. അതിലൊന്നും മറ്റൊന്നും പറയാമല്ലോ. ഡൽഹിയിൽ എല്ലാ വർഷവും ഇത്തരത്തില് ഫോഗ് ഇഷ്യൂസ് ഒക്കെ ഈ ജാനുവരി, ഡിസംബർ, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടി ഇപ്പൊ വേഴ്സ്റ്റ് ആണ് കാര്യങ്ങൾ. പിന്നീട് താഴോട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറയുന്ന സംഭവം മണിപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഭാരത് ജോഡോ ന്യായ യാത്ര. പിന്നീട് കോൺഗ്രസിലെ ഈ ന്യായ യാത്ര സ്റ്റാർട്ട് ചെയ്ത അതേ ദിവസം തന്നെ അവിടുത്തെ യുവ നേതാക്കളിൽ പ്രമുഖനായിരുന്ന മിലിന്ദ് ദിയോറ പാർട്ടിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു, ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന്. അപ്പൊ അത് രണ്ടും അവിടെ ഫ്രണ്ടിൽ വലിയ ന്യൂസ് ആയിട്ട് കാണാം. പിന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് അവിടെ ആ പേജിൽ പറയാനില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജിൽ അശ്വനി വൈഷ്ണവ്, ഇന്ത്യയുടെ റെയിൽവേ, ടെലികോം, IT മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളെ കാണാം. സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ താഴോട്ട് വരുമ്പോ വിമൻ കമാൻഡോസ് ടേക്ക് ഓൺ മാവോയിസ്റ്റ് സ്ട്രോങ് ഹോൾഡ്. അത് മഹാരാഷ്ട്രയില് മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് വിമൻ കമാൻഡോസിന്റെ സ്തുത്യർഹമായ സേവനം, അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളാണ്.
നമുക്ക് മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ചാണ്. ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ചിൽ ഏറ്റവും പ്രധാനം മാവോയിസ്റ്റുകൾ തന്നെയാണ് ഒരെണ്ണം. പക്ഷേ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വലിയ രീതിയിൽ ഇന്ത്യ ഇപ്പോൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മാവോയിസ്റ്റുകൾ നേരിടുന്നതിൽ ഇന്ത്യക്ക് സ്പെഷ്യൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. CRPFന്റെ അകത്തും പോലീസിന്റെ അകത്തും ഒക്കെ. നിങ്ങൾ കോബ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടായി. ഈ കോബ്ര ഞാൻ തന്നെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കോബ്ര CRPFന്റെ ഒരു സ്പെഷ്യൽ വിങ് ആണ് ടു ഫൈറ്റ് മാവോയിസ്റ്റ് ഇൻസർജൻസി. കോബ്രയുടെ എക്സ്പാൻഷൻ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്നാണ്. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. ഇവർ കോബ്രയുടെ ഭാഗമൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യയിൽ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഒരു മേഖലയുണ്ട്. റെഡ് കോറിഡോർ അത് ആന്ധ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളും വെസ്റ്റ് ബംഗാളും ഛത്തീസ്ഗഡും ഒഡീഷയും ജാർഖണ്ഡും ഒക്കെ വരും. പക്ഷേ ഈ റെഡ് കോറിഡോറൊക്കെ ഇപ്പം നല്ല രീതിയിൽ വീക്ക് ആയിട്ടുണ്ട്. അവിടെയൊക്കെ മാവോയിസ്റ്റുകൾ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. ആ പേജിൽ വേറെ ന്യൂസുകളൊന്നും പറയാനില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ പ്രൊഹിബിറ്റീവ് ഗെയിൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ വീണ്ടും കുറച്ചുകൂടെ കൂടി. സ്റ്റിൽ ഇറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ് ഈസ് 6%. മാക്സിമം ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ 6% ആണ്. അത് ബ്രീച്ച് ചെയ്ത് പോകാൻ പാടില്ല എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ 5.69% ആണ് നമ്മളുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് RBIയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ്. RBIയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്ന് പറയുന്നതും ഇതാണ്. ഈ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ 5.69% ആയിട്ട് കൂടുമ്പോൾ നമ്മളൊന്ന് ടെൻഷൻ അടിക്കണം. കാരണം വേറൊന്നുമല്ല, അതിൽ ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ത്രഷോൾഡ് 6% ബ്രീച്ച് ചെയ്യാനുള്ള സാഹചര്യം ശ്രദ്ധിച്ചില്ല, പോളിസി മേക്കേഴ്സ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ ഉണ്ട്. പോളിസി മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോളിസി മേക്കേഴ്സേ ഉള്ളൂ. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രി ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരാണ് ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് അവരെ പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5.69% ആയിട്ട് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഇത് മെയിൻലി ഇൻഫ്ലേഷൻ കൂടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഫുഡ് ആൻഡ് ബിവറേജസ് ഗ്രൂപ്പിലെ ഫുഡ് ഇൻഫ്ലേഷൻ. നമ്മൾ ഇൻഫ്ലേഷൻ്റെ അകത്ത് പലതരത്തിലുള്ള ഫ്യൂൽ ഇൻഫ്ലേഷൻ ഉണ്ട്, ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ട്, അങ്ങനെ ഈ ഫുഡിൻ്റെ അകത്ത് തന്നെ പൾസസിന്റെ ഇൻഫ്ലേഷൻ ഉണ്ട്, സീരിയൽസിന്റെ ഇൻഫ്ലേഷൻ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പൊ ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നു എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ പ്രശ്നം. ഈ ഫുഡ് ഇൻഫ്ലേഷൻ ഇനി ഉടനെ കുറയുന്നതിനുള്ള സാധ്യതയും കുറവാണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ റാബി സോയിങ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റാബി സീസണിൽ ഭയങ്കരമായിട്ടല്ല, നമ്മൾ മുമ്പ് കൾട്ടിവേഷൻ ചെയ്ത ഏരിയയെക്കാളും കുറച്ച് കുറഞ്ഞു നമ്മളുടെ ഇപ്പോഴത്തെ കൾട്ടിവേഷൻ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഫുഡിന്റെ ഒരു സ്കേഴ്സിറ്റി ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ പ്രൈസസിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു വോളറ്റാലിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഫുഡ് ഇൻഫ്ലേഷൻ കൂടാൻ കാരണമായി. ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൊണ്ടാണ് ഇപ്പോൾ ഓവറോൾ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ ഒരിക്കലും കൂടാൻ പാടില്ല. വേറെ ഫുഡ് ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കോമൺ മാൻ്റെ എന്താ പറയുന്ന അവരുടെ എക്സ്പെൻഡിച്ചർ കൂടത്തില്ലേ. കാരണം എന്ന് വെച്ചാൽ ഫുഡിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഏറ്റവും കൂടുതൽ പൈസ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ചിലവല്ലേ ഫുഡ് ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അപ്പം അതാണ് നമ്മുടെ പ്രശ്നം. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ കൺസംഷൻ ബേസ്ഡ് എക്കോണമിയാണ്. നമ്മളുടെ എക്കോണമിയിൽ GDP ഗ്രോത്ത് ഉണ്ടാകുന്ന മെയിൻലി കൺസംഷന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കൺസംഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ എക്കോണമിക് ഗ്രോത്ത്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടാണ്, ഇന്ത്യസ് എക്കോണമി ഈസ് നോട്ട് ആൻ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി. ഇപ്പോൾ ചൈന അല്ലെങ്കിൽ USA പോലുള്ള രാജ്യങ്ങളുടെ എക്കോണമീസ് എക്സ്പോർട്ട് ഓറിയന്റഡ്. സോ അവർക്ക് അവരുടെ രാജ്യത്തിന്റെ അകത്തുള്ള കൺസംഷൻ കുറഞ്ഞാലും അവരുടെ എക്സ്പോർട്ടിന്റെ ഒരു സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഗ്രോത്ത് കൂട്ടിയെടുക്കാം. പക്ഷെ ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പോർട്ട് വേൾഡിലെ എക്സ്പോർട്ടിന്റെ ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്റ്റിൽ അവർ എക്കോണമി ഈസ് എ കൺസംഷൻ ബേസ്ഡ് എക്കോണമിയാണ് ഇപ്പോഴും. അപ്പൊ നമ്മളുടെ കൺസംഷൻ കുറയുന്നതിന് കാരണമാവും നമ്മളുടെ ഇൻഫ്ലേഷൻ കൂടുന്നത്. ഫുഡ് ഇൻഫ്ലേഷനോ എന്ത് ഇൻഫ്ലേഷനോ ആയിക്കോട്ടെ, ഓവറോൾ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാരുടെ ജീവിത ചെലവ് കൂടുകയും അവർക്ക് മറ്റ് കൺസംഷനിലേക്കുള്ള സ്പെൻഡ് ചെയ്യാനുള്ള അവരുടെ സേവിങ്സ് കുറയുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളുടെ എക്കോണമിക് ഗ്രോത്തിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ഈ ഫസ്റ്റ് എഡിറ്റോറിയലിൽ പറയുന്നത്. കുറെ ഫിഗേഴ്സ് ഒക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓരോ
സാധനങ്ങളുടെ പൾസസിന്റെ, സെറിയൽസിന്റെ, അതുപോലെ വെജിറ്റബിൾസിന്റെ അതിന്റെയൊക്കെ പ്രൈസസ് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് മന്ത് അല്ലെങ്കിൽ സീക്വൻഷ്യലി ആനുവലി കഴിഞ്ഞ വർഷത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഫിഗറിനൊന്നും കാര്യമില്ല. ഇതാണ് എൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഇനി ക്ലോസർ ടു ദ ക്ലോഷർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നും അല്ല. പക്ഷേ നമ്മളെ കേരളത്തിൽ നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ഈ നാഷണലി ഹിന്ദു എന്ന് ഡിസ്കസ് ചെയ്തേക്കുന്ന എഡിറ്റോറിയൽ. ഈസ് അബൌട്ട് ആൻ ഇൻസിഡന്റ് ഹാപ്പൻഡ് ഇൻ കേരള അറൌണ്ട് 13 years ബാക്ക്. നിങ്ങൾക്കൊക്കെ അറിയാം ജോസഫ് മാഷിന്റെ കാര്യം, ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിക്കളഞ്ഞ കാര്യം. അത് ടെററിസ്റ്റുകൾ എന്ന് തന്നെ ആണ് പറയേണ്ടത്. അവരാണത് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തതിൽ എന്തോ പ്രവാചക നിന്ദ നടത്തി എന്നുള്ള പേരിലാണ് അത് ചെയ്തത്. പക്ഷെ എന്തായാലും അതിലെ ആൾക്കാരെ പിടികൂടി ശിക്ഷിച്ചപ്പോഴും ഒന്നാം പ്രതി ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ലായിരുന്നു. ആ ഒന്നാം പ്രതിയെ 13 വർഷത്തിന് ശേഷം NIA ടീം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഇതിൽ തീവ്രവാദം ഇൻവോൾവ് ചെയ്ത കേസ് ആയതുകൊണ്ട് ഇന്ത്യയില് ഒരു ഔട്ട്ലോഡ് ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ UAPA ചുമത്തി ബാൻ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇത് ബാൻഡാണ്. ഇതൊരു ഭീകര സംഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ PFIയുടെ ഒരു ആക്ടിവിസ്റ്റ് ആണ് ഈ പറഞ്ഞ സവാദ് എന്ന് പറഞ്ഞ ആൾ. അയാളാണ് ഇതിന്റെ ഫസ്റ്റ് പ്രതി. അപ്പൊ NIA സ്വാഭാവികമായിട്ട് NIA ആയിരിക്കും ഇതിലെ കേസ് എടുക്കുന്ന കാര്യം. ഇതിൽ തീവ്രവാദ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ തീവ്രവാദ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത് കൊണ്ട്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ നടത്തുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു എന്നുള്ളതാണ്. Q3 എന്നവർ പറഞ്ഞിട്ടുണ്ട്. Q1ലും Q2ലും കുഴപ്പമില്ല. Q3 എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ April 1 തൊട്ട് ഈ March 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ Q1, Q2, Q3, Q4 ഇങ്ങനെ 4 ക്വാർട്ടേഴ്സ് ആയിട്ട് തിരിക്കുമല്ലോ. അതിൽ Q3 ഇപ്പൊ Q4 ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ജാനുവരി, ഫെബ്രുവരി, മാർച്ചാണ് Q4 എന്ന് പറഞ്ഞത്. Q3 ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ്, അത് പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റും കുറയുന്നു എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതിൽ കുറെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ സെക്ടറിലെയും ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നതിനെ കുറിച്ച്. മാനുഫാക്ചറിങ്, മൈനിങ്, ഇലക്ട്രിസിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഇറിഗേഷൻ, ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രൈവറ്റ്, അതിന്റെ എല്ലാത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു. അപ്പം ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നത് നമ്മളുടെ എക്കണോമിക് പ്രോസ്പെക്ട്സ് കുറയ്ക്കും, ഒപ്പം നമ്മളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കും. അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിളാണ്. പിന്നെ ഇവിടെ പീയൂഷ് ഗോയലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. FCI ഷുഡ് എമർജ് ആസ് എ ട്രസ്റ്റഡ് പാർട്ണർ ഓഫ് ഫാമേഴ്സ്, സെയ്സ് ഗോയൽ എന്ന് പറഞ്ഞ ന്യൂസ്. FCI നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഞാൻ അവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഒരു കുറച്ചു കാലം, ഒരു 3-4 വർഷം. എൻ്റെ ഫസ്റ്റ് എംപ്ലോയ്മെന്റ് വാസ് ഇൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോ 60 years കംപ്ലീറ്റ് ചെയ്തു, 60 വർഷം. അതിനെക്കുറിച്ച് അതിന്റെ ഇന്നലെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. അപ്പൊ അതില് പീയൂഷ് ഗോയലാണ് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആ സമയത്ത്. കാര്യം എന്ന് വെച്ചാല് പീയൂഷ് ഗോയലാണ് കൺസേൺ മിനിസ്ട്രിയെ റൺ ചെയ്യുന്നത്. ഫുഡ് കോർപ്പറേഷൻ, ഫുഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതെല്ലാം ആരാണ്? പീയൂഷ് ഗോയലാണ്. ടെക്സ്റ്റൈലും കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എല്ലാം. അപ്പൊ അദ്ദേഹം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 60th ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് കൊടുത്തൊരു മെസ്സേജിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആമാണ് എന്തിനു വേണ്ടിയിട്ടുള്ള വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കുന്നതിനുള്ള ഒരു ആമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതായത് വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ AAY എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. റേഷൻ കാർഡുകൾ ഒരു പല കളേഴ്സിലുള്ള റേഷൻ കാർഡ് ഉണ്ട്. അതിൽ ഒരു കളർ റേഷൻ കാർഡ് AAY-കാർക്കുള്ള, എൻ്റെ കാർഡിന്റെ കളർ ഒന്നും എനിക്കറിഞ്ഞൂടെ, യെല്ലോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പൊ AAY കാർഡ് എന്ന് പറയുമ്പോൾ അന്ത്യോദയ അന്ന യോജന കാർഡ് ഹോൾഡേഴ്സ് ആണ്. അവരെന്ന് വെച്ചാൽ പൂറസ്റ്റ് ഓഫ് ദ പൂർ ആണ്. പൂറസ്റ്റ് ഓഫ് ദ പൂർ എന്ന് പറഞ്ഞാൽ BPL-കാർക്ക് ഈ ഇടയ്ക്കാണ് റൈസ് ഒക്കെ ഫ്രീ ആയത്. മുമ്പ് 3 രൂപ പെർ കിലോഗ്രാം കൊടുക്കണമായിരുന്നു. പക്ഷെ അന്ത്യോദയ അന്നയോജനക്കാർക്ക് ഒന്നിനും പൈസ കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അവർക്ക് റൈസും വീറ്റും അതുപോലെ ഷുഗറും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു, മണ്ണെണ്ണയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, അതൊരു ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ അംബാനി ഏൽപ്പിച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വേണ്ടേ ഇത്തരത്തിലുള്ള വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട്? അപ്പം അതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആ പേജില് ന്യൂസ്. അതിനടുത്ത പേജിലേക്ക് പോവാം.
അതിനടുത്ത പേജിൽ പോകുമ്പോൾ കൂടുതൽ ഈ പേജിൽ ഇലക്ഷൻ ന്യൂസ് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. ഇപ്പോ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി തുടങ്ങിയ ഭാരത് ജോഡോ ന്യായ യാത്ര, അത് ഞാൻ ഈ ന്യൂസ് പേപ്പറിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ന്യൂസാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ന്യൂസ് അവിടെ ഉണ്ട്. അത് കഴിയുമ്പോൾ മോഡി ടു റിലീസ് ₹540 crore ഫോർ PM ജന്മൻ ബെനിഫിഷ്യറീസ് എന്ന് ഒരു ന്യൂസ് കാണാം. PM ജന്മൻ എന്ന് പറയുന്നത് ഈ നമുക്കറിയാം PVTG എന്ന് പറഞ്ഞൊരു സ്കീം. PVTG എന്ന് പറഞ്ഞാണ് ആദ്യം ആ സ്കീം സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. പക്ഷെ ഇപ്പൊ ആ സ്കീമിന്റെ പേര് PM ജന്മൻ എന്നാക്കി. PM PVTG എന്നായിരുന്നു ആദ്യം എന്റെ പേര്. പ്രധാനമന്ത്രി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് PM PVTG എന്നായിരുന്നു ആ സ്കീമിന്റെ പേര്. ഇപ്പൊ അത് PM ജന്മൻ എന്നാക്കി. ഇത് ഇന്ത്യയില് വളരെ വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ട്രൈബൽസ് എല്ലായിടത്തും ഉണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും, മധ്യപ്രദേശിലും, ജാർഖണ്ഡിലും, ഛത്തീസ്ഗഡിലും ഒക്കെ അവരുടെ എണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ. ഈ ട്രൈബൽ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ കൂടുതൽ സംരക്ഷണം അർഹിക്കുന്ന, ഞാൻ നേരത്തെ AAY പറഞ്ഞ കണക്ക് അന്ത്യോദയ അന്ന യോജന, പോറസ്റ്റ് ഓഫ് ദ പോർ ആണ്. BPL-നെക്കാളും BPL ആണ് അന്ത്യോദയ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഗവൺമെന്റ് അവരുടെ മേഖലകളിൽ കുറെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തുടങ്ങിയ സ്കീമാണ് PM ജന്മൻ. ആ മേഖലകളിൽ അവര് ഇലക്ട്രിസിറ്റി, ഹൗസസ്, അതുപോലെ റോഡ്സ് അതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്ത് അവരുടെ ലൈവ്ലിഹുഡ് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള സ്കിൽ ട്രെയിനിങ്ങും എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 540 crore റിലീസ് ചെയ്യുന്ന ഒരു ന്യൂസ് ആണ്. പക്ക ഹോംസ്, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അണ്ടറിൽ ആണ് അത് ചെയ്യാൻ പോകുന്നത്, ആ വീടുകള്. ഓക്കെ, അപ്പൊ PM ജന്മൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പഴയ PM PVTG ആണ് ഇപ്പൊ PM ജന്മൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് താഴോട്ട് വരുമ്പോ we are prepared to protect territorial integrity at all costs, says Army Chief. Army Chief ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, മനോജ് പാണ്ഡെ ആണ്. ജനറൽ മനോജ് പാണ്ഡെ ആണ് ഇന്ത്യയുടെ ആർമി ചീഫ്. ജനറൽ മനോജ് പാണ്ഡെ ആണ് ഇന്ത്യയുടെ ആർമി ചീഫ്. ഇന്നലെ ആർമി ഡേ ആയിരുന്നു, January 14 എന്ന് പറയുന്ന ആർമി ഡേ ആണ്. അത് പഠിച്ചു വെച്ചേക്കണം. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സംസാരിച്ച ഒരു സ്പീച്ചിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോ Jan 14 ആർമി ഡേ പഠിച്ചു വെച്ചേക്കണം. ആർമി ഡേ ഈ Jan 12 എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം എന്താണ്, യൂത്ത് ഡേ ആണ്. യൂത്ത് ഡേ അതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം എന്താണ് കാര്യമെന്ന്. ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെയിന്റ് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ് യൂത്ത് ഡേ. Jan 9 അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതെന്ന് പറഞ്ഞാൽ പ്രവാസി ഭാരതീയ ദിവസ് ആണ്, PBD, പ്രവാസി ഭാരതീയ ദിവസ്. ഈ പ്രവാസി ഭാരതീയ ദിവസ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വന്നതാണ്. 1915 Jan 9 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. അതാണ് പ്രവാസി ഭാരതീയ ദിവസം ആ ദിവസത്തെ അറിയപ്പെടാൻ കാരണം. അന്നാണ് പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ NRIസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ്. ഇവിടുത്തെ യൂസഫ് അലിക്കും രവി പിള്ളയ്ക്കും ഒക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സർക്കാർ കൊടുക്കുന്ന ആ ദിവസമാണ്. അതിങ്ങനെ ആ പേജിലുള്ളത്. അത് കഴിയുമ്പോൾ ഈ മകരസംക്രാന്തി ദിവസം വളരെ സേക്രഡ് ആയിട്ടുള്ള ഡേ ആണ് ഹിന്ദുസിന്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഏതെങ്കിലും രീതിയിൽ മകരസംക്രാന്തിയായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവിറ്റീസ് നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് അന്ന് ശബരിമലയിൽ മകരവിളക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ അത് പൊങ്കൽ ഡേ ആണ്, മകര സംക്രാന്തി ദിവസം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ ഓരോരോ പരിപാടികളുണ്ട്. അപ്പൊ ഈ വെസ്റ്റ് ബംഗാളിൽ അന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹിന്ദു റിലീജിയസ് ഇവന്റ് ആണ്. ഇത് ഗംഗാ തീരത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഗംഗാ സാഗർ മേള എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗയില് അവരന്ന് ഒരു ഹോളി ഡിപ്പൊക്കെ എടുക്കും. നമ്മൾ പമ്പയിൽ പോയൊക്കെ മുങ്ങി അയ്യപ്പന്മാർ ശബരിമലയിൽ പോകുന്ന പോലെ ഗംഗാസാഗർ മേളയിൽ പോയി ഹോളി ഡിപ്പൊക്കെ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത് ഗംഗാസാഗർ മേളയ്ക്ക്. അപ്പൊ ഗംഗാസാഗർ മേള എന്നറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളില് ഈ മകരസംക്രാന്തിക്ക് നടക്കുന്ന ഒരു ഒരു ഹോളി എന്താ പറയുക ഹോളി ഡിപ്പാണ് ഗംഗയിൽ നടത്തുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കുംഭമേളക്കൊക്കെ പങ്കെടുക്കുന്ന പോലെ അവിടെ വരും. ഇത് വർഷം തോറും നടക്കുന്നില്ല, കുംഭമേള വർഷം തോറും നടക്കുന്നതല്ല. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ
ഇനി ഇന്ത്യ ഗവൺമെന്റ് പുതിയ ഒരു സയൻസ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള നോമിനീസിനെ ക്ഷണിക്കുന്നു. പറഞ്ഞ അവാർഡിന്റെ പേര് അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാർ എന്നാണ്. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാർ. ദ ഗവൺമെന്റ് ഓൺ സൺഡേ കോൾഡ് ഫോർ നോമിനേഷൻസ് ഫോർ രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാർ, ദ ഫസ്റ്റ് എവർ നാഷണൽ സയൻസ് അവാർഡ് ഫ്രം ഇൻഡിവിജ്വൽസ് ഓർ ടീംസ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ. ഇന്ത്യയുടെ കഴിഞ്ഞ വർഷമാണ് ഇത് അനൗൺസ് ചെയ്തത്. ആദ്യമായിട്ടാണ് രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാർ പിന്നീട് അതിൽ ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ ഈ വർഷം അനൗൺസ് ചെയ്യാൻ പോണ്. അപ്പം ഏതാണ്ട് 300ഓളം ഡിഫറെന്റ് സയൻസ് അവാർഡ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒറ്റ അവാർഡാണ്. ഒരു ക്യാഷ് അവാർഡ്, ക്യാഷ് ഒന്നുമില്ല, ഒരു മെഡലും സൈറ്റേഷനും ഒക്കെ മാത്രമേ കാണുള്ളൂ. ഇത് ഡിക്ലെയർ ചെയ്യാൻ പോണത് മെയ് 11 മെയ് 11 പ്രത്യേകത നാഷണൽ ടെക്നോളജി ഡേ ആണ്. നാഷണൽ ടെക്നോളജി ഡേ ആണ് മെയ് 11 ഈ അവാർഡ് ഡിക്ലെയർ ചെയ്യും. മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ. അപ്പൊ മെയ് 11 നാഷണൽ ടെക്നോളജി ഡേയിൽ രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ സയന്റിഫിക് അവാർഡ് ഡിക്ലെയർ ചെയ്യും. അത് ഇന്ത്യയിലുള്ള ന്യൂമറസ് നമ്പർ ഓഫ് സയൻസ് അവാർഡ്സിനെ എല്ലാത്തിനെയും കൂടെ അബോളിഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒറ്റ അവാർഡാണ്. അതിന് സൈറ്റേഷനും മെഡലും മാത്രമേ ഉള്ളൂ, ക്യാഷ് കമ്പോണന്റ് ഇല്ല. പിന്നീട് സ്പിരിറ്റ് ഓഫ് പൊങ്കൽ, ബാക്കി അവിടെയുള്ള ന്യൂസുകളൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല. പിന്നെ അവിടെ കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കാശ്മീരിലെ ഗുൽമാർഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് സ്കീയിങ്ങിന്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ലോകത്തൊക്കെ പ്രശസ്തമാണ് ഗുൽമാർഗ് എന്ന് പറയുന്ന പ്രദേശം സ്കീയിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ഈ സീസണിലാണ് നടക്കേണ്ടത്. അതുപോലെ നമ്മളുടെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലും കുഫ്രി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇത് നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ എങ്ങും ഈ വർഷം സ്കീയിങ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എൻവയോൺമെന്റ് ചേഞ്ച് മൂലം അവിടെ എങ്ങും ഇതിന് ആവശ്യമായ മഞ്ഞ് പാളികൾ ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുൽമാർഗിലെ ടൂറിസത്തിനൊക്കെ അത് ഭയങ്കര അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു പറഞ്ഞ് ഹിന്ദുവില് ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പത്രത്തിൽ അത് ഹിമാചൽ പ്രദേശിനെ കുറിച്ചാണ്. അതുപോലെ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത പേജില് തൈവാൻ ടെൽസ് ചൈന ടു ഫേസ് റിയാലിറ്റി ആഫ്റ്റർ ഇലക്ഷൻ റിസൾട്ട്സ്. തൈവാൻ ടെൽസ് ചൈന ടു ഫേസ് റിയാലിറ്റി ആഫ്റ്റർ ഇലക്ഷൻ റിസൾട്ട്സ്. കാര്യം മറ്റൊന്നും അല്ല, തൈവാനില് ചൈന വിരോധിയായ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ പോയാണ്. തൈവാൻ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത് സായ് ഇങ് വെൻ എന്ന് പറയുന്ന ചൈനയുടെ എപ്പോഴും കൺഫ്രണ്ടേഷൻ സ്റ്റാൻഡിൽ പോകുന്ന ഒരു വുമൻ ലീഡർ ആയിരുന്നു. പക്ഷെ അവരുടെ തന്നെ അനുയായിയായ വേറൊരു ആന്റി ചൈന ലീഡറാണ് ഇപ്പൊ തൈവാനിൽ മിനിഞ്ഞാന്ന് അധികാരത്തിൽ വന്നത്. തൈവാൻ ഏത് രീതിയിലും ചൈനയിലേക്ക് യൂണിഫൈ ചെയ്യുമെന്നാണ് ചൈന പറയുന്നത്. ചൈന എന്നിട്ട് ഒരുപാട് ഇന്റിമിഡേഷൻ ടാക്ടിക്സ് ഒക്കെ തൈവാൻ അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് അവർ തൈവാൻകാരെ ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഒരിക്കലും ഈ ചൈന വിരുദ്ധനെ എലക്ട് ചെയ്യല്, കാര്യം ചൈനയും തൈവാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനേ സഹായിക്കുള്ളൂ. പക്ഷെ അവർ തൈവാനിലെ ജനങ്ങൾ അത് കേട്ടില്ല. അവർ എലക്ട് ചെയ്തേക്കുന്ന പ്രോ ഡെമോക്രസി ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള പുതിയ പ്രസിഡന്റ് ആണ്. പുള്ളിയുടെ പേര് ഞാൻ ഇവിടെ എഴുതിയിടാം. ലായ് ചിങ് തേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒന്ന് ഇവിടെ എഴുതിയിടാം. ലായ് ചിങ് തേ. ലായ് ചിങ് തേ. ഒരു ഹൈഫനറ്റ് ചിങ് കഴിഞ്ഞിട്ട് ഹൈഫനറ്റിന് ടി. ഇദ്ദേഹമാണ് തൈവാന്റെ പുതിയ. തൈവാൻ ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ അല്ല, അത് അറിഞ്ഞിരിക്കുക. ചില വീഡിയോസിലൊക്കെ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തൈവാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, തൈവാൻ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചിലപ്പോൾ മലയാളത്തിലെ ഫേമസ് ആയിട്ട് ചില വീഡിയോസ് ഒക്കെ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടു. പക്ഷെ അതില് ഒരു വീഡിയോയിൽ ഉടനീളം തൈവാന് ഒരു രാജ്യം എന്ന് ഒരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ട്. പക്ക തെറ്റാണ്. തൈവാന്റെ ഏറ്റവും വലിയ ബാക്കർ ആയിട്ടുള്ള US പോലും തൈവാനെ ഒരു നേഷനായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, തൈവാന ഒരു നേഷൻ ആവാൻ ഒരു രീതിയിലും, തൈവാൻ ഇൻഡിപെൻഡന്റ് ആവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ലെന്നാണ് US എന്നും പറഞ്ഞേക്കുന്നത്. വി വോണ്ട് സപ്പോർട്ട് തൈവാൻസ് ഇൻഡിപെൻഡൻസ് എന്നാണ് US പറഞ്ഞത്. തൈവാൻ ഇൻഡിപെൻഡന്റ് നേഷൻ അല്ല. അതുകൊണ്ടാണ് തൈവാനിൽ നിന്നുള്ള അത്ലറ്റുകളൊക്കെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ ചൈനീസ് തായ്പേയി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തായ്പേയി എന്നുള്ള പേരിലായിരിക്കും അവർ പങ്കെടുക്കുന്നത്. ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് ഫ്ലാഗിന്റെ അണ്ടറിൽ തൈവാൻ എന്നുള്ള പേരിലായിരിക്കില്ല. തൈവാൻ ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ അല്ല, UN അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ അല്ല. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ചൈനയുമായിട്ട് അവർ മെർജ് ചെയ്തേക്കാം. ചൈന അവരെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും. കാര്യം അവർ മെർജ് ചെയ്യാൻ ചൈനയോട് പോകാത്തതിന് ഒറ്റ റീസണേ ഉള്ളൂ. ചൈനയിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഓട്ടോക്രാറ്റിക് ഫോം ഓഫ് ഗവേണൻസ് ആണ്. തൈവാൻകാർ ഡെമോക്രസിയുടെ
ആ ഒരു സന്തോഷവും സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ അവർ ഇഷ്ടപ്പെടത്തില്ല. അതാണ് എന്റെ കാരണം. പിന്നെ തൈവാൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്, ഭയങ്കര ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ പവർ ഹൗസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡിൽ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. തൈവാനും യഥാർത്ഥത്തിൽ ചൈനയിലെ പ്രദേശം തന്നെ ആയിരുന്നു പണ്ട് തൈവാൻ എന്ന് പറയുന്നത്. ജപ്പാന്റെ കയ്യിൽ പിന്നീട് ആയിപ്പോയതാണ്. ജപ്പാന്റെ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇതിനു ശേഷമാണ്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അപ്പോഴവിടെ രാജഭരണമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ജനകീയ ചൈനയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് തൈവാനിലേക്ക് അവിടുത്തെ കുമിന്താങ് പാർട്ടിയുടെ ലീഡറൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയി. എനിക്കൊന്ന് ചിയാങ് കൈഷക് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു സെപ്പറേറ്റ് തൈവാൻ ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഭരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം അവിടെ പിന്നെ ചൈനയ്ക്ക് അന്ന് ഈ തൈവാനെ ചൈനയോട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു മിലിറ്ററി മൈറ്റോ ലോകത്തിൽ അത്രയും വലിയ ഒരു പവറോ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് അവർ പവർഫുൾ ആയപ്പോൾ അവർ വീണ്ടും യൂണിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തായാലും തൈവാൻ ഇൻഡിപെൻഡന്റ് നേഷൻ അല്ല, അറിഞ്ഞിരിക്കുക. തൈവാന്റെ പുതിയ ഭരണാധികാരിയാണ് ഞാൻ ഈ പറഞ്ഞത്. തൈവാനെയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ ഒരു സ്ട്രെയിറ്റ് ഉണ്ട്, തൈവാൻ കടലിടുക്ക്, തൈവാൻ സ്ട്രെയിറ്റ്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഡെൻമാർക്കിന്റെ പുതിയ കിങ് ആയി ഫ്രെഡറിക് എക്സ് അധികാരമേറ്റു. ഫ്രെഡറിക് എക്സ് ഡെൻമാർക്കിന്റെ കിങ് ആണ്. ഞാൻ പറഞ്ഞ ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്റർ അല്ല, ഡെൻമാർക്കിന്റെ കിങ് ആണ് ഫ്രെഡറിക് എക്സ്. ഡെൻമാർക്കിന് പ്രൈം മിനിസ്റ്ററും ഉണ്ട്. യു കെ പോലെയാണ്. യു കെയില് ചാൾസ് അല്ലേ അവിടുത്തെ കിങ്, പക്ഷെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക് അല്ലേ. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യ ഓപ്പണിന്റെ ഫൈനലിൽ വേൾഡ് നമ്പർ 1 ടീമിനോട് തോറ്റു. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, വേൾഡ് നമ്പർ 1 ടീമിനോടാണ്. പിന്നീട് സ്പോർട്സ് പേജില് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഓസ്ട്രേലിയൻ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ. ലോകത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ്. ജാനുവരിയിൽ എല്ലാ വർഷം നടക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തു. ഓസ്ട്രേലിയൻ ഓപ്പൺ ഇപ്രാവശ്യം കൂടെ നൊവാക് ഡോക്കോവിച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 25 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആവും നൊവാക് ഡോക്കോവിച്ചിന്. അതോടുകൂടി ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഏതി നോക്കിയാലും അദ്ദേഹത്തിനായിരിക്കും. അദ്ദേഹത്തിനൊപ്പം മാർഗരറ്റ് കോർട്ട് എന്ന് പറഞ്ഞൊരു പ്ലെയറും കൂടെ 24 ഗ്രാൻഡ് സ്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു ഫീമെയിൽ ആണ്. ഇതും കൂടെ വിൻ ചെയ്ത് അദ്ദേഹം ന്യൂമറോ യൂണോ പൊസിഷനിലേക്ക് എത്തും. 25 ആവും. അതാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെ സ്പോർട്സ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു. അതിൽ ഇന്ത്യ ഫസ്റ്റ് കളി തന്നെ തോറ്റു. നമ്മൾ പ്രതീക്ഷിതമാണ്. കാര്യം ഫുട്ബോളിൽ അത്ര വലിയ ശക്തിയൊന്നുമല്ല. ഏഷ്യയിൽ ചില മാച്ചസ് ഒക്കെ ഒരു പക്ഷേ ഇന്ത്യ ജയിച്ചേക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ ഹിന്ദു ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കുമ്പോ അയോധ്യയില് രാമക്ഷേത്രം പണിയാൻ സ്ഥലം സുപ്രീം കോടതി അവിടെ പഴയ ജന്മഭൂമി അല്ലെങ്കിൽ രാമജന്മഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ വേണ്ടി സുപ്രീം കോടതി ഹിന്ദുക്കൾ അനുവദിച്ചപ്പോൾ അവിടെ തന്നെ മറ്റൊരു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവിടെ ഒരു വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ഒരു പള്ളിയും പണിയണം എന്ന് അന്ന് ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പള്ളി പണിയാൻ ഇത്രയും വർഷങ്ങളായെങ്കിലും അവർക്ക് ഇതുവരെയും ഒരു പണി സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം രാമക്ഷേത്രം ജാനുവരി 22 ഇനാഗുറേഷൻ ആണ്. അപ്പോഴാണ് അവർ പള്ളി പണിയാൻ പോകുന്നത്. താജ്മഹലിനെക്കാളും മികച്ച ഒരു ആർക്കിടെക്ചറൽ വണ്ടർ ആയ ഒരു പള്ളി അവിടെ പണിയെന്നൊക്കെ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു വലിയ ന്യൂസ് ഉണ്ട്. അയോധ്യയിൽ തന്നെ ആ പള്ളി വരും. പിന്നീട് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർപേഴ്സണായി സെലക്ട് ചെയ്തു. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ഇന്ത്യ സഖ്യത്തിന്റെ, അത് നമുക്ക് എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ സഖ്യം എന്നുള്ളത് രാഷ്ട്രീയ സഖ്യം മാത്രമാണ്. നാളെ അവർ അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളൂ. പ്രസന്റ്ലി അതിനുള്ള ചാൻസ് 5% പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, എന്തായാലും ഇപ്പൊ അത് ഒരു പൊളിറ്റിക്കൽ ഒരു അലയൻസ് എന്നേ ഉള്ളൂ. അതിന്റെ ലീഡറായിട്ട് മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുത്തു. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ
അവിടെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്ററിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി, റീസെന്റ് ആയിട്ട് വന്നവരല്ലേ, അപ്പൊ ചിലപ്പോൾ മറന്നു ആ പേര്, അതുകൊണ്ട് മറന്നു പോകാതിരിക്കാനാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത്. ഭജൻലാൽ ശർമ്മയാണ്. അല്ലാതെ അവിടുത്തെ രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സ് ഒന്നും ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ CM ഷിൻഡെ, മഹാരാഷ്ട്രയുടെ CM ഏകനാഥ് ഷിൻഡെ, അദ്ദേഹം ഒരു ക്യാമ്പയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് നമുക്ക് വേണ്ട. CM ഷിൻഡെ ആണെന്ന് അറിഞ്ഞിരിക്കണം, ഏകനാഥ് ഷിൻഡെ. പിന്നീട് താഴോട്ട് വരുമ്പോ MK സ്റ്റാലിൻ, തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം. പിന്നെ അത്രയൊക്കെ ഉള്ളു ആ പേജില്. നിതീഷ് കുമാറിന്റെ ഒരു ഫോട്ടോയും കാണാം, ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ. അതിനടുത്ത പേജിൽ പോകുമ്പോ രേവന്ത് റെഡ്ഡി, ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു പിക്ചറും കാണാം. ഇതൊക്കെ ഞാൻ പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ ആ പേരുകൾ മറന്നു പോകാതിരിക്കാനാണ്. മറന്നുള്ള സാധ്യത കുറവാണ്. എന്നാലും നോർത്ത് ഇന്ത്യൻ ചീഫ് മിനിസ്റ്റേഴ്സിനെ പലരും മറന്നുപോകും. രേവന്ത് റെഡ്ഡി എന്ന് ഒരു പക്ഷേ മറക്കൂല, കാര്യം സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരായതുകൊണ്ട്. പിന്നീട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ NIA ഷെയർസ് ഇൻപുട്സ് വിത്ത് FBI ഓൺ സാൻ ഫ്രാൻസിസ്കോ അറ്റാക്ക് എന്നൊരു, സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൽ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള കുറച്ച് തീവ്രവാദികൾ 2023 മാർച്ചിൽ ഒരു അറ്റാക്ക് നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഇൻപുട്ട് നമ്മൾ ഇവിടുത്തെ NIA കൊടുക്കുന്നുണ്ട് കുറെ, ഈ ഖാലിസ്ഥാൻ തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട്. അത് കൈമാറിയെന്നൊരു ന്യൂസാണ്. NIAയുടെ ഡയറക്ടർ ആരെന്ന് പറഞ്ഞിരിക്കുക ദിൻകർ ഗുപ്തയാണ്. ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചീഫ്, NIAയുടെ ചീഫിന് NIA ഡയറക്ടർ എന്നാ പറയുന്നത് ദിൻകർ ഗുപ്തയാണ്. NIAയുടെ ഡയറക്ടർ ദിൻകർ ഗുപ്ത. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ചീഫിന്റെ പേര് ക്രിസ്റ്റഫർ റേ എന്നാണ്. അവിടെയും ചീഫിന് ഡയറക്ടർ എന്ന് തന്നെയാണ് പറയുന്നത്, ക്രിസ്റ്റഫർ റേ. ഇദ്ദേഹമാണ് FBI, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് FBI, അതിന്റെ ചീഫ്. പിന്നെ ആർമി അഡോപ്റ്റ്സ് തോപ്പാപ്പിർ ആസ് മോഡൽ വില്ലേജ് ആഫ്റ്റർ സിവിലിയൻ ഡെത്ത്സ് എന്നൊരു ന്യൂസ് കാണാം. അത് നിങ്ങൾക്കറിയാം, ഈ ഇടയ്ക്ക് വലിയ വിവാദം ഉണ്ടായതാണ്. നമ്മളുടെ ആർമി മെൻ കുറച്ചുപേര് തീവ്രവാദത്തില് അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ അറ്റാക്കിൽ കില്ല് ചെയ്യപ്പെട്ടായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ. അതിനുശേഷം അവിടെ പീർപഞ്ചാൽ വാലിയിലാണ് നടന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പർട്ടിക്കുലർ ഗ്രാമം തോപ്പാപ്പിർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ചില ആൾക്കാരെ ആർമി കസ്റ്റഡിയിൽ എടുക്കുകയും അവരിൽ ചിലർ പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. അത് വലിയ പ്രശ്നത്തിന് കാരണമായി. അത് പിന്നെ അവസാനം ഡിഫൻസ് മിനിസ്റ്റർ ആ ഗ്രാമത്തിലേക്ക് വിസിറ്റ് നടത്തുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി. അതിനുശേഷം അമിത്ഷാ കാശ്മീരിൽ പോയി. അതെല്ലാം ഈ ഒരു അതിനുശേഷം വീണ്ടും അവിടുത്തെ ഒരു റീകൺസിലിയേഷൻ എഫേർട്സിന്റെ ഭാഗമായിട്ട് തോപ്പാപ്പിർ എന്ന് പറഞ്ഞ വില്ലേജിനെ മോഡൽ വില്ലേജ് ആയിട്ട് ആർമി സെലക്ട് ചെയ്ത്. അറിഞ്ഞിരിക്കണം, ഈ ഇടയ്ക്ക് ആർമി ഏത് വില്ലേജിനെയാണ് മോഡൽ വില്ലേജ് ആയിട്ട് സെലക്ട് ചെയ്തതാണ്. അതുപോലെ കാതറിൻ തായ്, ഇത് യുഎസിന്റെ ട്രഷറി സെക്രട്ടറി ആണെന്നാണ് എന്റെ ഓർമ്മ. അല്ല, US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ആണ്, ട്രഷറി സെക്രട്ടറി അല്ല. അത് അവരെ പേര് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. റിസീവ്ഡ് ഡീറ്റെയിൽസ് ഫ്രോം ഇന്ത്യ ഓൺ സോഷ്യൽ സെക്യൂരിറ്റി പാക്ട്. US ഇന്ത്യ ഈ ഇടയ്ക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി പാക്ട് ഉണ്ടാക്കി. എന്താണെന്ന് പറഞ്ഞിരിക്കുക, വാട്ട് ഈസ് ദ സോഷ്യൽ സെക്യൂരിറ്റി അഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് IT ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർ US ജോലി ചെയ്യുന്നുണ്ട്. US-ലെയും IT ഫീൽഡിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിൽ പരസ്പരം സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളെ സാലറി കട്ടിംഗ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ US പോയി ജോലിയാണെന്നുണ്ടെങ്കിൽ എന്റെ സാലറി അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്യും. പക്ഷെ അവിടുത്തെ അമേരിക്കക്കാരെന്നത് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത അമേരിക്കക്കാർക്ക് ഗുണമാണ്, കാര്യം അവരവിടെ താമസിക്കുന്നവരാണ്ട് അവർക്ക് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ ഇന്ത്യക്കാരെന്ന് സാലറി ഇത് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഈ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സോ അതൊരു എഗ്രിമെന്റ്, സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റ് ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ആകുമ്പോൾ റെസ്പെക്റ്റീവ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി കട്ടിങ് ഉണ്ടാവില്ല എന്നതുകൊണ്ട്, കാര്യം അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാത്തതുകൊണ്ട്. അതാണ് എന്റെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസ് ഉണ്ട്, കെൻ ബത്വ പ്രോജക്ട്. ഇത് കുറച്ച് വിവാദങ്ങളിലാണ് ഇപ്പോ. അതിന്റെ ഭാഗമായിട്ടുള്ള ചില ഡാമുകളിലൊക്കെ എൻവയോൺമെന്റ് വയലേഷൻസിലാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത്, എൻവയോൺമെന്റൽ നോംസിന്റെ. പക്ഷെ കെൻ ബത്വ പ്രോജക്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മധ്യപ്രദേശിനും UPക്കും ഇടയിലുള്ള ഒരു റിവർ വാട്ടർ ഷെയറിംഗ് പ്രോജക്റ്റ് ആണ്. ഇത് കെൻ എന്ന് പറയുന്ന റിവറും ബത്വ എന്ന് പറയുന്ന റിവറും ഇത് തങ്ങളിൽ ഇന്റർലിങ്കിങ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർ സ്റ്റേറ്റ് റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് ആണ് കെൻ ബത്വ പ്രോജക്റ്റ്. അറിഞ്ഞിരിക്കുക. കാരണം ഈ കേരളത്തിലെ രണ്ട് റിവേഴ്സ് തമ്മിൽ
വേണമെങ്കിൽ ഇന്റർലിങ്ക് ചെയ്യാം. അങ്ങനെയുള്ള ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ അങ്ങനെയുള്ള റിവർ ഇന്റർലിങ്ക് നടത്തിയിട്ടുണ്ട് അതാത് സ്റ്റേറ്റുകൾക്കകത്ത്. പക്ഷേ ഇന്റർലിങ്കിങ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഓഫ് 2 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഓൾ ഓവർ ഇന്ത്യ റിവർ ഇന്റർലിങ്കിങ് എന്നുള്ള പ്രോജക്റ്റ് നടപ്പാക്കണം എന്നൊരു കോൺസെപ്റ്റ് തന്നെ കാലങ്ങൾക്ക് മുമ്പ് വാജ്പേയിയുടെ പീരീഡിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഇതുവരെയും നടപ്പായിട്ടില്ല. നടപ്പായ എന്ത് നല്ലതായിരുന്നു അറിയാമോ? കാര്യം ബ്രഹ്മപുത്രയിലും കോസിയിലും ഒക്കെ എപ്പോഴും വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന നദികളിലെ വെള്ളം അതേ സമയത്ത് ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ ആ സമയത്ത് വരൾച്ചയായിരിക്കും. ആ വരൾച്ചാ ബാധിതമായ മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ പറ്റും റിവർ ഇന്റർലിങ്കിങ് ഉണ്ടെങ്കിൽ. അപ്പം എല്ലായിടത്തും എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു സാധ്യതയുണ്ട്. ഇതിന് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ആൾക്കാരുടെ ജീവനും സ്വത്തിനും നാശം സംഭവിക്കത്തില്ല ഫ്ലഡ് മൂലം. പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ അതിനൊന്നും അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് അതൊന്നും നടക്കാത്തത്. നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ആശയമായിരുന്നു. പക്ഷേ ലാക്സ് ഓഫ് ക്രോഡ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു സംഭവം കൂടെയാണ്. എന്തായാലും കെൻ ബത്വ പ്രോജക്ട് ഈസ് ദ ഫസ്റ്റ് ഇന്റർ സ്റ്റേറ്റ് റിവർ ഇന്റർലിങ്കിങ് പ്രോജക്ട് ഇൻ ഇന്ത്യ ആൻഡ് ദീസ് റിവേഴ്സ് ആർ ഇൻ UP ആൻഡ് മധ്യപ്രദേശ്. അപ്പൊ ആ ഒരു ഇന്റർലിങ്കിങ് നടക്കുന്ന UPയിലെയും മധ്യപ്രദേശിലെ ഈ രണ്ട് റിവേഴ്സ് തമ്മിലാണ്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ. ജയശങ്കർ ടു വിസിറ്റ് ഇറാൻ ആസ് US-UK ടാർഗറ്റ് ഹൂത്തീസ്. ഈ ഹൂത്തീസ് എന്ന് പറയുന്ന ആൾക്കാര് ഇറാന്റെ ബാക്കിംഗ് ഉള്ള ഷിയ മുസ്ലിം റബൽസ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവര് റെഡ് സീയിൽ ഇപ്പോ ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പുകൾക്കെതിരെ അറ്റാക്ക് നടത്തുന്നത് വലിയൊരു സെക്യൂരിറ്റി പ്രോബ്ലം ആയി. അപ്പൊ US-ഉം UK-യും ഒക്കെ അവരെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ ജയശങ്കർ ഇറാൻ വിസിറ്റ് ചെയ്യുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും അത് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇൻഡിപെൻഡന്റ് പോളിസിയാണ്. നമ്മൾ അമേരിക്കയായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കും. അതേസമയത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനിലേക്കും ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ പോകും. അമേരിക്കയായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർ റഷ്യയിൽ പോയി വിസിറ്റ് നടത്തി. അങ്ങനെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും നമ്മൾ ആരുടെയും അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മളുടെ നാഷണൽ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ രാജ്യങ്ങളെയും ഇപ്പം ഇസ്രായേലിന് ഇന്ത്യയായിട്ട് യാതൊരു ശത്രുതയില്ല. ഇന്ത്യ ഇങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് ഇറാനിൽ ഇന്ത്യ പോകുന്നതുകൊണ്ട് ഇസ്രായേലിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഇന്ത്യ ഇറാൻ ബന്ധങ്ങൾ അത്രയും നല്ലതാണ്. ഇവർക്കൊക്കെ അവർ ശത്രുവാണെങ്കിലും എന്നുള്ള ഒരു വ്യക്തമായ സൂചനയും കൂടിയാണ് ജയശങ്കറിന്റെ ഈ വിസിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളെ ഇന്ത്യയിൽ നടക്കാൻ പോണ ഒരു സംഭവമാണ്. ഇതുവരെയും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഇന്ത്യയിൽ 9 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ഒരു പുതിയ വാക്സിനേഷൻ കൊടുക്കാൻ പോയാണ്. ആ വാക്സിനേഷൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സെർവിക്കൽ ക്യാൻസർ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ഇടയിൽ ഭയങ്കര പ്രിവലൻസ് ആൻഡ് ഉണ്ടാവുന്നതാണ്. ഗർഭാശയ മുഖ ക്യാൻസർ എന്നങ്ങാണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. കറക്റ്റ് എനിക്ക് മലയാളം അറിഞ്ഞൂടാ. അങ്ങനെ എന്തോ ആണ് സെർവിക്കൽ ക്യാൻസർ. അതിന്റെ ഇൻസിഡൻസ് പെൺകുട്ടികളിൽ ഉണ്ടാകുന്നു, സ്ത്രീകളിൽ ഉണ്ടാകുന്നു. അപ്പൊ അത് 9 to 12 years ഏജിലുള്ള പെൺകുട്ടികൾക്ക് ഒരു ഡോസ് HPV വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റും എന്നാണ് ഇന്ത്യയുടെ NTAGI പറഞ്ഞിരിക്കുന്നത്. NTAGI എന്ന് പറഞ്ഞാൽ നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഫോർ ഇമ്മ്യൂണൈസേഷൻ. NTAGI നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഫോർ ഇമ്മ്യൂണൈസേഷൻ. അവര് പറയുന്നത് ഈ പറഞ്ഞ സെർവിക്കൽ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വാക്സിന്റെ ഒരു ഡോസ് 9 to 12 years ഏജിലുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും, ഇന്ത്യയിൽ കോടിക്കണക്കിന് ഏജ് ഗ്രൂപ്പിൽ പെൺപിള്ളേരുണ്ട്, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെർവിക്കൽ ക്യാൻസറിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പറ്റും. നല്ല കാര്യമല്ലേ? അപ്പൊ അത് ഉടനെ അത് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രോഗ്രാം, മൊത്തത്തിലൊരു വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പേരാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷ്. ഇതിന്റെ അകത്ത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും ഏതാണ്ട് 12ഓളം വാക്സിനേഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരെയും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. മിഷൻ ഇന്ദ്രധനുഷിന്റെ കൂട്ടത്തിൽ ഈ HPV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ആണ്. അപ്പൊ അത് സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും എന്നാ പറയുന്നത്. എന്തായാലും അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെന്റർ പ്ലാനിംഗ് ടു പ്രൊമോട്ട് ലെസ് നോൺ ടൂറിസം അട്രാക്ഷൻസ്. അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ കുറെ സ്ഥലങ്ങളെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത്ര ഫേമസ് അല്ലാത്ത ലെസ് നോൺ ആയിട്ടുള്ള ടൂറിസം അട്രാക്ഷൻസിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ടൂറിസം മിനിസ്റ്റർ ആരെന്ന് അറിഞ്ഞിരിക്കണം. G. കിഷൻ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടൂറിസം മിനിസ്റ്റർ.
അതുപോലെ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ലിവിംഗ് സിറ്റി ഫൗണ്ട് ഇൻ വഡ്നഗർ എന്നൊരു, വഡ്നഗർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിക്കുള്ളവർക്ക് അറിയാമായിരിക്കും, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ ജന്മദേശമാണ് വഡ്നഗർ എന്ന് പറയുന്ന ഗുജറാത്തിൽ. അവിടെ ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ലിവിംഗ് സിറ്റി കണ്ടെത്തിയെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പത്മഭൂഷൺ വിന്നർ ആയിരുന്ന ഇന്ത്യയുടെ ഒരു ലെജൻഡറി ക്ലാസിക്കൽ സിംഗർ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ പ്രഭ ആത്രേ മരിച്ചുപോയി. അതും അറിഞ്ഞിരിക്കുക, പ്രഭ ആത്രേ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും പറയുന്നില്ല. തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ലായ് ചിൻ-തേ, അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നു. US ഡസ് നോട്ട് സപ്പോർട്ട് തൈവാൻ ഇൻഡിപെൻഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞാണിത്. തൈവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കറാണ് US. അവർ പോലും തൈവാൻ ഇൻഡിപെൻഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. തൈവാൻ ഒരു സ്വയംഭരണ പ്രദേശമായി മാറി നിൽക്കും, അതൊരു രാജ്യമായിട്ട് മാറരുതെന്നാണ് US ഉൾപ്പെടെ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പലരും തെറ്റായിട്ട് പറയുന്നത് തൈവാൻ ഒരു രാജ്യമാണെന്ന് പലരും. ഞാനത് റീസെന്റ് ആയിട്ട് പലരും ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് അത് പറഞ്ഞു. ഒരിക്കലും തൈവാൻ രാജ്യമല്ല. ഓക്കെ. പിന്നീട് ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പേര് ഇവിടെ കാണാം. ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഫ് ഷോൾസ്. പിന്നെ ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ്പ് എർദോഗാന്റെ ഫോട്ടോ ഇവിടെ നമുക്ക് കാണാം. ഇതാണ് ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ്പ് എർദോഗാൻ. മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. We may be small but won't be bullied, says Maldives Maisu following China's visit. Okay. പിന്നെ അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ FAQ എന്ന് പറയുന്ന പേജാണ്. അത് ഹിന്ദുവിൽ സൺഡേയിൽ വരുന്ന പേജാണ്. അതിൽ ഞാൻ ഇപ്പൊ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. സൗത്ത് ആഫ്രിക്ക ഈ ഇടയ്ക്ക് ഇസ്രായേലിന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോയി കേസ് കൊടുത്തു ഇസ്രായേലിനെതിരെ. ഞാൻ ഇന്നലെ നമ്മളുടെ എന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൻ്റെ അകത്ത് സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുത്ത് എന്തിനെന്ന് പറഞ്ഞ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ആണ്, അത് കണ്ടു നോക്കുക. അത് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് എൻ്റെ അത് പറയുന്നേ ഉള്ളൂ. പിന്നെ ഏവിയേഷൻ സേഫ്റ്റി അണ്ടർ സ്ക്രൂട്ടിനി, അതൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് പിന്നീട് അലാസ്കയിൽ നടന്ന ഒരു ഇൻസിഡന്റിന്റെ അടിസ്ഥാനത്തിൽ ബോയിങ്ങിന്റെ 737 എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് വിഷയങ്ങളെ കുറിച്ചാണ്. പിന്നെ ICJ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ വേണ്ടി ആവശ്യം ഉള്ള ആൾക്കാർ വായിച്ചു നോക്കുക. UN-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോർട്ടുകളാണ് ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും. ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും UN-ന്റെ 2 കോർട്ടുകളാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗ് ആണ്, നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഹേഗ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ICC-യുടെയും ICJ-യുടെയും. പക്ഷെ ഇത് 2 സത്യത്തില് വലിയ പല്ല് ഇല്ലാത്ത സിംഹങ്ങളാണ്. ഇവർക്ക് വലിയ പവർ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ചില സമയത്തൊക്കെ കുറച്ചൊക്കെ യൂട്ടിലിറ്റി ഉണ്ട്, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ഭൂട്ടാനിലെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ ഇലക്ട് ചെയ്തു, ഷെറിംഗ് തോബ്ഗെ. ഭൂട്ടാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ഷെറിംഗ് തോബ്ഗെ ആണ് ഭൂട്ടാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. അതുപോലെ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ, ഞാൻ ഈ ഇടയ്ക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു, ഫ്രാൻസിന്റെ ഫസ്റ്റ് ഓപ്പൺലി ഗേ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ്. അതുപോലെ ഫ്രാൻസിന്റെ പിന്നീട് ഹിസ്റ്ററിയിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് ഗബ്രിയേൽ അറ്റൽ. പിന്നെ ഈ ബിസിനസ് പേജിൽ ഇന്നലത്തെ പത്രത്തിൽ അങ്ങനെ വലിയ ന്യൂസുകളൊന്നും പറയാനില്ല. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജിൽ നമ്മൾ ഇന്നലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നൊവാക് ഡോക്കോവിച്ച് കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ ബാക്കി ആ സ്പോർട്സ് പേജിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ അങ്ങനെ വലിയ ന്യൂസുകളൊന്നുമില്ല. അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, നിങ്ങൾക്ക് ഈ വീഡിയോസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോസ് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.